ആത്മാവിനെ പറ്റിയുള്ള പരിചയപ്പെടുത്തുക. ആത്മാവിനെ കാണാൻ പറ്റില്ല, അതിനെ പക്ഷെ നമുക്ക് ഉപയോഗിക്കാനും അനുഭവിക്കാനും പറ്റും. ബാധ കയറുക എന്ന് പറയും. ഈ ബാധയെ ഒഴിപ്പിച്ച് വിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം മരുന്നുകൊണ്ടും തീരില്ല. ബിഹേവിയർ ഇവൻ്റെ ബാലൻസ് മൊത്തം ഈ ബാധ ഒഴിപ്പിക്കാൻ നമ്മൾ ഏത് മാർഗം എടുക്കുക? ഈ എനർജി അഫക്ട് ചെയ്ത കേസ് ബാധ, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പറ്റില്ല. അത് തീർച്ചയായിട്ടും. കാരണം അതിനാണ് നമ്മൾ ഇതിനകത്ത് സ്പിരിച്വൽ ഹീലിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് കേട്ട് പഠിച്ചിട്ട് പലരും അങ്ങോട്ട് ഗുരുജിമാരോടും ബാബാജിയാരോടും മാറും. മനസ്സിലായില്ലേ? എന്നാലും അവരുടെ തൊട്ടും ആൾക്കാർ വരുന്നുണ്ട്. അതിനകത്ത് 5-10% ആൾക്കാർ ട്രാൻസിലായി. ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കേസ് എന്താ? ചില കാര്യങ്ങൾ തിരിച്ചടി കേട്ടോണ്ടിരുന്നാൽ മതി, പൈസ. ഇവർ പലരുടെയും പ്രശ്നം കേട്ട് ഇവർക്ക് പ്രശ്നമായി തുടങ്ങി. ഉള്ളതെല്ലാം ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്ത് ശരിയാക്കി തരാമെന്നുള്ള വിഷമങ്ങളെല്ലാം ഏറ്റെടുത്ത് ഇവരുടെ ഉള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം കട്ടപ്പോയാണ്. ഇതിനൊരു ബാരിയർ എന്നുള്ള നിലയ്ക്ക് മര്യാദയ്ക്ക് എത്തിക്സോട് കൂടിയിട്ടുള്ള ഉപാസനയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യുന്നത് അതറിയില്ല. കാരണം ഒരു മനുഷ്യൻ്റെ പ്രസൻറ്റിലുള്ള പ്രശ്നത്തിന് 3 ഏരിയയിലെ പ്രശ്നങ്ങളാണെന്ന് പറയും. ഒന്ന് സൈക്കാട്രിക് നെർവ് സ്ട്രോക്കുകളോ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു വെൽനസ് കോച്ചിന് പറ്റണം. ഡോക്ടർ ജയപ്രകാശ് സാറുമായിട്ടുള്ള പോഡ്കാസ്റ്റിൻ്റെ 2ാമത്തെ അധ്യായമാണ്. സോ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണ് DMIT ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന കൗൺസിലിങ്ങിനെ പറഞ്ഞു. സാർ സദൽ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആണ് കൂടുതൽ. നോർമൽ കൗൺസിലിങ്ങും ഹിപ്നോട്ടിക് കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഈ നോർമൽ കൗൺസിലിംഗ് ഇപ്പം സർവ്വസാധാരണമാണ്. എല്ലാ രംഗത്തും ഇപ്പോൾ കൗൺസിലിംഗ് വേണമല്ലോ. ഇപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്താണ്ട് കൗൺസിലർ ഉണ്ടാവും, അതിനെപ്പറ്റി വിശദീകരിച്ച് കൊടുക്കുക. അല്ലാതെ ഇപ്പം പേഴ്സണൽ കൗൺസിലേഴ്സ്, അത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അക്കാഡമിക്കലി തന്നെ കൗൺസിലിംഗ് സൈക്കോളജി വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പണ്ട് കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് തുറന്ന് സമ്മതിക്കാൻ വീട്ടിൽ തന്നെ 10-12 പേരുണ്ടാകും. ഇനി അതില്ലെങ്കിൽ തൊട്ടടുത്ത പുരയിടത്തിൽ താമസിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. മതിലുകളൊന്നുമില്ല. അപ്പം നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ഒന്ന് സംവദിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടത് അണുകുടുംബങ്ങളായിട്ട് മാറിയപ്പം എന്തായി മാറി? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ ഒന്ന് സംവദിക്കാനോ വിഷമങ്ങളോ പ്രയാസമുണ്ട് ആരും തുറന്നു പറയാനായിട്ട് പറ്റാതെ അവസരം വന്നപ്പം സംഘർഷങ്ങൾ പെരുകി. മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ള സപ്രഷൻസ് പിന്നെ ബേസ്റ്റിങ്ങിലേക്ക് എത്താൻ തുടങ്ങി, ആത്മഹത്യകൾക്ക് പെരുകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഒന്ന് വെൻറ്റ് ചെയ്ത് കളയാൻ ഒരു കൗൺസിലിങ്ങിനൊരു സ്ട്രക്ചർ വേണമെന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യനെത്തപ്പെട്ടു. അങ്ങനെ ആദ്യം ക്രിസ്ത്യാനിറ്റിയിലാണ് കൗൺസിലിങ്ങിൻ്റെ ഒരു തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഈ അണുകുടുംബങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്തു? ഒരു കുമ്പസാരം എന്ന് പറയുന്ന തലത്തിലാണ് തുടങ്ങുന്നത്. അതിപ്പോഴും തുടർന്നു വരുന്നുണ്ട്. കുമ്പസാരത്തിനകത്ത് സംഭവിക്കുന്നത് ആചാര്യനാരാണോ അദ്ദേഹം ഒരു രഹസ്യ കൂട്ടിലിരിക്കുകയാണ്. പറയുന്ന സംസാരിക്കുന്നവർ അദ്ദേഹത്തെ കാണുന്നില്ല. ഒരു ഹോള് പോലെ സംഭവം ഉണ്ട്. അവിടെ ഇങ്ങനെ ഇങ്ങനെ കൈ ചേർത്ത് വെച്ച് താൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന വിഷമങ്ങളെ ഒന്നും തുറന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന ആചാര്യൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഉടനെ മറുപടി ഉപദേശം കൊടുക്കുന്നില്ല. അദ്ദേഹം ഒരു പക്ഷേ കൊന്ത ജപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പുള്ളി ധ്യാനത്തിലായിരിക്കും. പക്ഷെ ഒരാൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇദ്ദേഹം തുറന്നു പറയുന്നു. എന്നാൽ ശ്രദ്ധിക്കുന്നുണ്ടാവും അദ്ദേഹം. അതിനുശേഷം 1-2 വാക്കുകൾ പറയും. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും, ഇത്രയും കേട്ടാൽ മതി. അപ്പോൾ അത്രയും സമയം പറഞ്ഞ് കഴിഞ്ഞപ്പം ആൾക്കൊരാശ്വാസം. പിന്നീട് അതിൻ്റെ സൈക്കോളജി തലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം കൗൺസിലിംഗ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് വരികയായത്. അപ്പം പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലിംഗ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? അതിന് പണ്ട് ഇത് ഫിലോസഫി എന്ന് പറയുന്ന MA സൈക്കോളജി അതിനകത്തൊക്കെ പെട്ട് കിടക്കുകയായിരുന്നു. സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ MA ഫിലോസഫി ഒക്കെ ആയിരുന്നു സൈക്കോളജിയുടെ ആകെ. പിന്നീട് വന്ന് ന്യൂറോ സയൻസും കൂടെ വന്നപ്പോഴാണ് സൈക്കോളജിയുടെ ഒരു പെർസ്പെക്റ്റീവിലോട്ട് മാറുന്നത്. അങ്ങനെ വന്നപ്പോൾ കൗൺസിലിങ്ങിന് ഒരു ശാസ്ത്രീയത എന്നുള്ളതിലേക്ക് കൗൺസിലിംഗ് കോഴ്സുകളൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ അപ്രൂവ് ചെയ്യണം. അത് പെരുകി വരാന്നതിൻ്റെ കാരണം ഇതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു. അല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇന്നിപ്പം ലോകമെമ്പാടിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് കൗൺസിലിംഗ് സെൻറ്ററുകളുണ്ട്. അതായത് പ്രൊഫഷണൽ കൗൺസിലേഴ്സ് നിന്ന് പഠിച്ച് വിട്ടു വന്നിട്ടുള്ളവരുണ്ട്. അത് ഈ രംഗത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തൊഴിലെന്നുള്ള നിലയ്ക്ക് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗ്രാജുവേഷനൊക്കെ എടുത്തിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ടാവും. അവരെ സംബന്ധിച്ചൊരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ അടുത്തേക്ക് വരുന്ന പലരുടെയും സ്കില്ലായിട്ട് ഡീൽ ചെയ്യാൻ ഇവർക്ക് അറിയണമെന്നില്ല. അക്കാഡമിക്കലി ഓക്കെ, അവർ കേസ് സ്റ്റഡീസൊക്കെ പഠിച്ച് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവും, അതിലൂടെ കിട്ടിയിട്ടുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പക്ഷേ ഓരോ ഇത് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ്. ഓരോ വ്യക്തികളുടെയും പ്രശ്നം വ്യത്യസ്തമാണ്. അവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ സൈക്കോളജിയുടെ ആഴങ്ങളിൽ അറിയുന്നവർക്ക് മാത്രമേ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഇപ്പം റിസൾട്ട് ഉണ്ടാവുള്ളൂ. പണ്ടത്തെ കൗൺസിലിങ്ങിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വിഷമമായിട്ട് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ രോഹിതിന് തന്നെ മനസ്സിന് ഒരു സംഘർഷം, സാമ്പത്തികം, പേഴ്സണൽ പ്രശ്നങ്ങൾ പലതുണ്ട്, ആരോടും തുറന്നു പറയാനില്ല. അപ്പോഴാണ് ഒരു കൗൺസിലർക്ക് വന്ന്
അപ്പോൾ കൗൺസിൽ ചോദിക്കുക എന്താണ് പ്രശ്നം. അപ്പം നമ്മൾ പറയും, ഇമോഷണലി കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ പറയുമ്പം കൗൺസിലർ കുറച്ചുകൂടെ ആഴത്തിലേക്ക് കുത്തി ചോദിക്കും. നമ്മളെ കൊണ്ട് വെൻറ്റ് ചെയ്യിക്കുകയാണ്. ചിലപ്പം കരയിച്ച് കളയുക എന്നുള്ളതാണ് ഒരു ടെക്നിക്കാണ്. കുറേ പറഞ്ഞു കഴിയുമ്പം പറയുന്ന ആൾക്ക് ഒരു ആശ്വാസം. തൽക്കാലത്തേക്ക് നമ്മൾ കണ്ടില്ല, കാർമേഘമൊക്കെ മൂടിക്കെട്ടി കിടക്കുന്ന ആകത്ത് പെയ്ത് കഴിയുമ്പോൾ തൽക്കാലത്തേക്ക് തെളിയുന്നു, പിന്നെ ഉരുണ്ടുകൂടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കാരണം ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ പ്രശ്നത്തിൻ്റെ ആധിക്യം ഇങ്ങനെ ഗ്രാഫ് വീണെടുക്കുകയാണ്, പാടുകൾ വീണ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നല്ല വെളുത്ത മുണ്ടിൽ കുറേ ചായക്കറ വീണ പോലെ പിടിച്ച് കിടക്കുക, പുറമേ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പം ഈ പെരിഫറലായിട്ട് ഉള്ള ആശ്വാസ പ്രകടനങ്ങളാണ് ഇപ്പോൾ കൗൺസിലിംഗ് നടക്കുക. ഇപ്പോൾ നമ്മുടെയൊക്കെ സെൻറ്ററിലേക്ക് വരുന്നവർ ഒരുപാട് പേര് ഇത്തിരി നിരവധി കൗൺസിലിംഗ് കഴിഞ്ഞ് വരുന്നവരാണ്. കൗൺസിലിംഗ് പോയി കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. കാരണം ഈ ആവർത്തിച്ച് പറയുന്നവരും പറയിപ്പിക്കുന്നിടത്തോളം ഉള്ളിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത എന്തും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ കയറി പിടിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ പലയിടത്ത് പോയി മാറി പറയുമ്പം വീണ്ടും ഒരു പ്രശ്നത്തിൽ കൂടുക, ഓർത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെയാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലെത്തുന്നത്. അപ്പോൾ എന്നെ ഈ ഹിപ്നോട്ടിക് കൗൺസിലിംഗും ഇതൊക്കെ പഠിപ്പിച്ച ഒരു ആചാര്യനുണ്ട്, ഡോക്ടർ ജോൺസൺ ഐരൂർ എന്ന് പറയും. പക്ഷെ അറിയാമായിരിക്കും, അദ്ദേഹമാണ് ഹിപ്നോസിൻ്റെ ഒരു കുലപതി എന്ന് വേണേൽ പറയാം. നിലമ്പൂർ സ്വദേശിയായിരുന്നു. AT കോവൂരിൻ്റെയൊക്കെ ശിഷ്യനും അവർ ഒരുമിച്ച് ഒരുപാട് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെയൊക്കെ സ്റ്റേജ് ഷോസൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കേഷനുള്ള ഒരു സംഭവത്തിലാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അദ്ദേഹം അഭയ കേസിലൊക്കെ ഒരുപാട് വെടിറ്റ് കൊടുത്തിട്ടുള്ള കക്ഷിയാണ്. അതൊക്കെ നിയമപരമായിട്ടൊക്കെ ഇതായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഒരുപാട് ജയിലുകളിലേക്കുള്ള എൻക്വയറിയൊക്കെ എനിക്ക് വരാൻ തുടങ്ങി. ജയിലുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, CBI പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഒരു വെർഡിക്റ്റ് എടുക്കുന്നതിന് വേണ്ടി. അത് പക്ഷേ ഒഫീഷ്യലായിട്ട് അവർ റെക്കോർഡ് ചെയ്യണമെന്നില്ല, അവരുടെ ഫൈൻഡിങ്സും ഇതുമായിട്ട് ഒത്തു നോക്കാനായിട്ട്. പിന്നെ ജയിലുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ മാനസിക പ്രശ്നമുള്ളവർ കിടക്കുന്നവരെ ഒന്ന് ഇത് ഹിപ്നോട്ടിക് കൗൺസിൽ ചെയ്യാനായിട്ടുള്ള ക്ലാസ് സെക്ഷൻസ് കൊടുക്കാനായിട്ട് അതൊരുപാട് കേരളത്തിലുള്ള മിക്ക ജയിലുകളിലും ഞാൻ പോയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ തിരക്കുകൾ കൂടി കാരണം നേരിട്ട് വരുന്നിടത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ആഴത്തിൽ കിടക്കുന്ന പ്രശ്നത്തെ അവരെ കൊണ്ട് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ട ടെക്നിക്കാണ്. നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ വരുന്നവർ വ്യത്യസ്ത രംഗത്തുള്ളവരായി ഏരിയയിലുള്ള, ഇപ്പോൾ വീട്ടമ്മമാർ വരാം, സ്റ്റുഡൻസ് വരാം, ചില സയൻറ്റിസ്റ്റുകൾ വരാം, ഡോക്ടേഴ്സ് തന്നെ വരാം പലരും. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സ് എന്തെന്ന് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു സ്കില്ലാണ്, നൈപുണ്യതയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യൂസർ മാനുവൽ. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഒരു യൂസർ മാനുവൽ ഉണ്ടാവുമല്ലോ, എങ്ങനെ അത് ഉപയോഗിക്കണമെന്നുള്ളത്. നമ്മളിതൊന്നും പഠിച്ചുകൊണ്ടല്ല, ആദ്യം അതങ്ങോട്ട് മാറ്റിയിടും. നമുക്കറിയുന്ന കുത്തി പഠിക്കും. ഇതാണ് പ്രശ്നത്തിന് കാരണം. ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വ്യക്തിയെ തന്നെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് യൂസർ മാനുവൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നവരെ പഠിപ്പിക്കും. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്താണ്, അതെങ്ങനെ സ്വാധീനിക്കും, ആവർത്തിത ചിന്തകളിലൂടെ എന്ത് സംഭവിക്കും, പിന്നെ നമ്മുടെ ഇമോഷൻസും ഇമേജസും ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ആകുന്നത് മനസ്സിൽ. അപ്പോൾ റീസൺസ് പലതായിരിക്കും ഓരോരുത്തരുടെയും. ഇപ്പം കുടുംബ പ്രശ്നം ഉണ്ടാകാം, റിലേഷൻഷിപ്പ് ഉണ്ടാകാം, പലതാകും. പക്ഷെ സൊല്യൂഷൻ എന്നേ ഉള്ളൂ. ഇതിനുള്ള അമൃതം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൃത്യമായ രീതിയിൽ അറിഞ്ഞ് ഉപയോഗിക്കുന്നിടത്താണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്. ഇതിന് സത്യത്തിൽ ആദ്യത്തെ ഇതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ആചാര്യൻ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. ഭഗവത്ഗീതയിൽ അർജുനൻ തളർന്നിരിക്കുന്ന വേളയിൽ പൊട്ടിക്കരയുകയാണ്. എന്നാൽ ധീരയോദ്ധാവാണ് അർജുനൻ, സർവ്വ കഴിവുകളുള്ള ആളാണ്. പക്ഷെ തനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. തന്നെ സതീർത്ഥനായ കൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചൊക്കെ കൊടുത്തിട്ടും ഒരു ഘട്ടം വന്നപ്പം തളർന്നുപോയി. കരഞ്ഞപ്പം കൃഷ്ണൻ എന്താ ചെയ്തത്? പുള്ളിയെ മോട്ടിവേറ്റ് ചെയ്ത്, നീ എന്താണെന്ന് നിനക്കറിയില്ല, നിൻ്റെ കഴിവിനെപ്പറ്റി നിനക്കറിയില്ല, നീ ഇങ്ങനെ സ്ത്രീകളെപ്പോലെ കരയാതെ. അപ്പം ചോദ്യങ്ങൾ അടുത്ത് തുടങ്ങുകയാണ്. തളർന്നിരിക്കുമ്പോൾ നമുക്കൊന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അപ്പം അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ ചെയ്യുന്ന അധർമ്മമല്ലേ? അപ്പം കൃഷ്ണൻ എന്താ പറയുന്നത്? നീ അവരുടെ ആത്മാവിനെ അല്ല കൊല്ലുന്നത്. അതാദ്യം സാഖ്യായോഗം എന്നാണല്ലോ പറയുന്നത്. ഭഗവത്ഗീത തുടക്കം 18 അധ്യായത്തിൽ ആദ്യം സാഖ്യായോഗം ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പം ഈ കോൺവെർസേഷൻ തുടങ്ങാൻ കാര്യം തന്നെ സ്വല്പം ഒരു ആശ്വാസം അർജുനന് കിട്ടുമ്പോഴാണ്, പുള്ളിയെ പറ്റിയുള്ള ആ കഴിവിനെ പറ്റി കാട്ടിക്കൊടുക്കുമ്പോഴാണ്. ഉടനെ 2-ാം അധ്യായം തുടങ്ങുകയാണ്. അവിടെ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് തുടങ്ങുകയാണ്. അതായത് ഈ അർജുൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുകയാണ് അവരുടെ ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ആത്മാവ്? 2-ാം അധ്യായം പറയുന്ന സാഖ്യായോഗമാണ്. ആദ്യത്തെ അർജുന വിഷാദ യോഗം, 2-ാമത്തെ സാഖ്യായോഗം. സാഖ്യായോഗത്തിലാണ് ആത്മാവിനെ പറ്റിയുള്ള പരിചയപ്പെടുത്തൽ. ആത്മാവിനെ കാണാൻ പറ്റില്ല, അതിനെ പക്ഷെ നമുക്ക് ഉപയോഗിക്കാനും അനുഭവിക്കാനും പറ്റും. അത് എല്ലാവരുടെ ഉള്ളിൽ അടക്കിയിട്ട്
അതുതന്നെയാണ് കൃഷ്ണൻ പറയുന്നത്, നിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഞാൻ തന്നെയാണ്. യെസ്. തത്വമസി എന്ന് പറയുന്ന തത്വം അങ്ങനെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കണം അത് പഠിച്ചാൽ അതൊരു ഫൗണ്ടേഷനാണ്, ഒരു വീടിൻ്റെ അടിത്തറ പോലെയാണ്. അതറിയുന്ന വ്യക്തികൾക്ക് ബാക്കി 16 അധ്യായം ഈസിയാണ്. 18 അധ്യായത്തിൽ ആദ്യത്തെ ഒന്ന് ഇൻട്രൊഡക്ഷൻ വരുന്നത് നമ്മുടെ അർജുന വിഷാദത്തിൽ നിന്നാണ്. വിഷാദ യോഗം എന്നാണ് പറയുന്നത്, വിഷാദ രോഗമല്ല, യോഗം. ഇന്നാ രോഗമായത്. ഏത് വിഷാദവും യോഗമാണ്. അപ്പം നമ്മൾ തന്നെ സംസാരിച്ച കൂട്ടത്തിൽ രോഹിത് പറഞ്ഞു ഒരുപാട് വിഷാദത്തിന് ഇടയാക്കേണ്ട സന്ദർഭങ്ങളിലൂടെ കടന്നു വന്നു അല്ലേ? അതൊക്കെ പിന്നീട് യോഗമായി. യെസ്. അത് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ പറ്റി അന്നേ ആരെങ്കിലും ഉണർത്തി തന്നിരുന്നുവെങ്കിൽ അന്ന് തൊട്ട് നമ്മൾ വിഷാദത്തിൽ പോവില്ല. പക്ഷേ ഇപ്പം മനസ്സിലായതല്ല യോഗമായി. ഉറപ്പായിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ ഈ വരുന്നവരെ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ പ്രതിസന്ധികളെന്തോ അത് യോഗമാണ്. ഈ പ്രതിസന്ധി വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് തിരിച്ചറിയില്ലായിരുന്നു. പക്ഷെ അത് യോഗമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അതിന് ആ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ഒരാൾ വേണം തീർച്ചയായും. അല്ലെങ്കിൽ ഇവർ ഈ പ്രശ്നത്തിലൂടെ ലൂപ്പിൽ പെട്ടു. അപ്പോൾ എൻ്റെ വിധിയാണെന്ന് പറഞ്ഞു കഴിയും. അപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം? നിൻ്റെ ഉള്ളിലുള്ള ആ റിസോഴ്സ്, ഇതിനെയാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ HR എന്നൊക്കെ പറയാം, ഹ്യൂമൻ റിസോഴ്സ്, HRD. MBA പഠിച്ച് അല്ലെങ്കിൽ ഏത് വലിയ കമ്പനിയിൽ എവിടെയും HR ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയുള്ള എംപ്ലോയീസിൻ്റെ റിസോഴ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യാണ് HR-ൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുള്ള റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സ് എന്ത്, ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് ആദ്യമായിട്ടാണ് അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. അതറിയുന്ന വ്യക്തികൾക്ക് അവൻ്റെ ബാക്കി 16 അധ്യായവും മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് സാമ്പത്തികമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം കഴിവ് കണ്ടെത്തലായിക്കോട്ടെ, ഇതെല്ലാം എന്തെല്ലാം കാരണം കൊണ്ടാണോ ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട. അതിന് ഒറ്റമൂലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആത്മാവിനെ ശരിയാക്കി മനസ്സിലായി ശരിയായ രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കുക കറക്റ്റ് റൂട്ടിലൂടെ. അതിന് ഉള്ള ഒരു സപ്പോർട്ട് സർവീസ് തിയറിയും പ്രാക്ടിക്കലുമാണ്. തിയറി അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ബുദ്ധി എന്ന് പറയുന്ന തലച്ചോറ് ചിന്തിക്കുന്നതാണ്. ചിന്തിക്കുന്നത് സൂക്ഷിച്ചു വെക്കുന്നത് മനസ്സിലാണ്. ഈ മനസ്സിനെയാണ് ആത്മാവും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ സ്റ്റോർ ചെയ്യിക്കുന്ന ആത്മാവിനെ നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, അതിനെന്ത് പ്രാക്ടീസ് വേണം. തലച്ചോറിനെ സംബന്ധിച്ച് ബുദ്ധിയാണ്. ബുദ്ധി കിട്ടുന്നതനുസരിച്ച് തലച്ചോറിൽ ബുദ്ധി കിട്ടുന്നതനുസരിച്ച് വികാസം പ്രാപിക്കും, ശക്തി വരും. പക്ഷെ മനസ്സിന് ആ ശക്തി ഉപയോഗിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അതാണ് പല അറിവുള്ളവരും പരാജയപ്പെടുന്നത്. എക്സ്പീരിയൻസ് ഇല്ല. അറിവുണ്ട്, ആ അറിവിനെ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ടില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ ഒറ്റ സംഗതിയേ ഉള്ളൂ, അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പരിചയപ്പെടുത്തണം. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരുന്നു, ഇങ്ങോട്ട് 10 കിലോമീറ്റർ ഓടിച്ച് വരുന്നതിനകത്ത് നമ്മൾ ഈ ലോകത്തെ ഇല്ല. ഓടിച്ചു പോകുമ്പം ഏതൊക്കെ ലോകത്ത് ചിന്തിച്ചാൽ വരുന്നത്. അതിനിടയ്ക്ക് ഫോണൊക്കെ എടുത്ത് സംസാരിച്ചു, അടുത്തിരിക്കുന്നവരോട് സംസാരിച്ചു. പക്ഷേ ഓരോ സന്ദർഭത്തിലും നമ്മുടെ കൈകാലുകളിലേക്ക് കൺട്രോൾ പോകും, ഓട്ടോ പൈലറ്റ് മോഡായി. പക്ഷെ പഠിക്കുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഓരോന്നും ശ്രദ്ധയുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ നോക്കിയപ്പോൾ അത് പഠിക്കാം. പക്ഷേ എക്സ്പീരിയൻസ് കൊടുത്താലേ ഇവൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ എക്സ്പീരിയൻസ് കൊടുപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ കറക്റ്റ് പാതയിലോട്ട് നയിക്കുന്നതാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ്. അതിന് കുറച്ച് മെൻറ്റർഷിപ്പ് വേണം. അവരെ പറ്റി ആദ്യം മനസ്സിലാക്കണം. ചുരുക്കം പറഞ്ഞാൽ പ്രശ്നം പുറത്തല്ല, അകത്താണെന്ന് അവർക്ക് ബോധ്യമാവും. പാല് മേടിച്ചുകൊണ്ട് വരുന്നത് നല്ല പാലാണ്, ഒഴിച്ചു വെക്കുന്ന പാത്രം വൃത്തിയായിരിക്കട്ടെ. ഇതങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, അതിന് സഹകരിക്കുന്നവരെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിലൂടെ എത്ര പ്രശ്നമുള്ളവരെയും ഒരുപാട് കൗൺസിലിംഗ് ശരിയാകത്തും കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾ ഇപ്പോൾ പറഞ്ഞു പല കൗൺസിലിങ്ങിന് പോയി അവസാനമാണ് നേരായ ഒരിടത്ത് എത്തുക. അപ്പോഴത്തേക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും ഓരോ പ്രശ്നങ്ങളും. അപ്പോൾ ഈ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നത്? അതിനായിട്ട് നമ്മുടെ കോഴ്സുണ്ട്. കോഴ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് ആണ് പറയുന്നത്. വെൽനസ് എന്ന് പറഞ്ഞാൽ ഇല്ലസിൽ നിന്ന് വെൽനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് WHRDയുടെ ഒരു പ്രൊജക്റ്റാണ്, വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ. അതിൻ്റെ 1 ഇയർ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് ഓൺലൈനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ജോയിൻ ചെയ്യും, ഏത് പ്രായത്തിലുള്ളവർ. വർഷത്തിലൊരിക്കലാണ് ആ കോഴ്സ് വരുന്നത്, എല്ലാ ജനുവരിയിലുമാണ്. അപ്പോൾ അതിന് ഒരു ജനുവരിയിലെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജനുവരിയിലേ ഉള്ളൂ. അതിനോടിടയ്ക്ക് ഇപ്പം വരുന്ന ജനുവരിയിലുണ്ട്. ഇപ്പോഴേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 10ാമത്തെ ബാച്ചാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 9 ബാച്ചും സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞവരെല്ലാം തന്നെ ഹിപ്നോട്ടിക് കൗൺസിലർമാരായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ പലരും പഠിക്കാൻ വരുന്നവർ ഇത് വേറെ സർവീസും കൊടുക്കാനൊന്നും ആയിരിക്കണമില്ല, അവനവൻ്റെ കാര്യം കറക്റ്റാക്കാൻ. അത് ഈ സർട്ടിഫിക്കേഷനും കിട്ടുന്നു. പിന്നെ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായം ആയിട്ടുള്ള ആൾക്കാരുണ്ട്, 10, 60, 70 വയസ്സ്, 80 വയസ്സുള്ളവരുണ്ട്. ഒരു അക്കാഡമിക് ക്യൂരിയോസിറ്റി, കാരണം മനസ്സിനെ പറ്റിയും
പിന്നെ ഇതിനകത്ത് ഒരുപാട് സബ്ജക്റ്റ് സൈക്കോളജി പഠിക്കുന്നുണ്ട്. കാരണം ഹിപ്നോട്ടിക് കൗൺസിലർ എപ്പോഴും മനസ്സിനെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ ആത്മാവിനെ പറ്റി പഠിക്കുക, സ്പിരിച്വൽ സയൻസ് പഠിക്കുക, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ സൈക്കോളജിയിൽ തന്നെയുള്ള NLP ഇതിനകത്തൊരു വിഷയമാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. പിന്നെ REBT, ട്രാൻസാക്ഷൻ അനാലിസിസ്, പിന്നെ പല സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് സെക്ഷൻസ്, ഇതെല്ലാം അതാത് രംഗത്തുള്ള ഫാക്കൽറ്റീസ്. ഇത് ഓൺലൈൻ കോഴ്സാണ്. ഓൺലൈൻ കോഴ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണി തൊട്ട് 9:30 വരെ ആയിരിക്കും, എവരി ഫ്രൈഡേ. പിന്നെ ഒരു പാരലായിട്ടൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പ്. അതിനകത്താണ് നോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം കൊണ്ടൊരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് വർക്ക് കിട്ടും. അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു 10th തൊട്ട് മുകളിലോട്ടുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതകൾക്കും ഇതിനകത്ത് പങ്കെടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ബാച്ചിലേക്ക് ഇനിയിപ്പോൾ തന്നെ അടുത്ത ജനുവരിയിലാണെങ്കിൽ തന്നെ 10-70 പേര് ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിപ്പോൾ നമ്മൾ ടേൺ ഫീസ് അനുസരിച്ചാണ്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. വളരെ കുറച്ച് ഫീസേ വരുന്നുള്ളൂ. സാധാരണക്കാർക്കും ഇത് അവയിലാകണം എന്ന് വിചാരിച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഓരോ കുടുംബത്തിലും ഒരു മെൻറ്റർ വേണ്ട അവസ്ഥയിലാണ്. ഒരു കുടുംബത്തിൽ 4 പേരുണ്ട്, 4 പേർക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് മെഡിസിൻ കൂടാതെ തന്നെ, മെഡിസിൻ വേണ്ടതിന് റെഫർ ചെയ്യും, അല്ലാതെ തന്നെ ജീവിതശൈലി വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അവരവരെ പറ്റി അവനവൻ അറിയാത്തത്. അപ്പം ഇതിനകത്ത് ഹീലിംഗ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, സ്പിരിച്വൽ ഹീലിംഗ്. അതൊക്കെ സെക്ഷൻ എടുക്കുന്ന ഞാനാണ്. അപ്പം എന്നെ കൂടാതെ മെൻ്റൽ ഹെൽത്ത് രംഗത്തുള്ള ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ ഒക്കെ അതാത് രംഗത്തുള്ളവർ ഈ രംഗത്ത് സെക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ടോട്ടൽ സ്ഫുടം ചെയ്ത് വരിക, അവർക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളവർ പലരും എന്നോട് പറയാറുണ്ട്, സാറേ ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസമാണ്, വലിയ മാറ്റം. അപ്പം ഞാൻ ചോദിക്കും, അത് ഇത്ര പെട്ടെന്ന് സാധിച്ചോ? പണ്ട് വന്നപ്പോൾ അങ്ങനൊന്നും അല്ല പറഞ്ഞത്. ചുറ്റുപാടും ഉള്ളവർ ആ പ്രശ്നം ഈ പ്രശ്നം ഒന്നുമില്ലല്ലോ, ഒരു വർഷത്തെ ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ, ക്ലാസ് കഴിഞ്ഞ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവർ പറയുന്നിട്ട് രസം, അതാണ് ഏറ്റവും വലിയ രസം. മറ്റേ സാഹചര്യങ്ങളൊക്കെ മാറി, അവരൊക്കെ മാറി. അവരൊക്കെ മാറിയൊന്നുമില്ല, പിന്നെ ഞാനങ്ങ് മാറി. അവനവനെ മാറ്റാനേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അവിടെ ഒരു ചോദ്യം നീക്കുക, ഞാൻ മാറിയോണ്ട് മാത്രമായോ? ഇല്ല, എൻ്റെ സാഹചര്യം. അവരും ഇവിടെ മാറിയില്ലെങ്കിൽ എപ്പോഴും ദുഃഖം പ്രശ്നമല്ലേ. അപ്പോൾ ഇത്ര ഞാൻ പറയാറുള്ള ആ സമയത്ത് നമുക്ക് എല്ലായിടത്തും വെടിയുണ്ടകൾ വന്നുകൊണ്ടിരിക്കുക, മതിൽ കെട്ടാൻ പറ്റില്ല. നമ്മളൊരു ബുള്ളറ്റ് പ്രൂഫ് എടുത്തിട്ട് നമ്മൾ കേൾക്കാതിരുന്നാൽ പോരെ. അങ്ങനെ ഏക്കാതിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്നുമില്ലേ നിങ്ങൾക്ക് അനുകൂലവും അല്ല ഒഴിഞ്ഞു ഇല്ല. നമ്മളേറ്റാ നമ്മൾ ബാക്കിയുള്ളവരെ ഒന്ന് റെഡിയാക്കാൻ നോക്കും. തീർച്ചയായിട്ടും നമ്മൾ റെഡിയാണെങ്കിലല്ലേ അത് പറ്റുള്ളൂ. അതിന് ആദ്യം അവനവന് തന്നെ ഒരു സെൽഫ് റിജ്യൂനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അത് മനസ്സിലാക്കിയ ചിലർ പ്രൊഫഷണലായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ ലോക രാജ്യങ്ങളിലൊക്കെ ഇത് വെൽനസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നു. ഇവിടെ നമ്മൾ സൈക്കാട്രി ട്രീറ്റ്മെൻറ്റോ അതിൻ്റെ പ്രൊഫഷണൽ കൗൺസിലിംഗ് ഒന്നും അല്ല. ഇവിടെ കൗൺസിലിംഗ് എന്നുള്ള ടേമേ ഇല്ല നമുക്കിവിടെ. നോട്ടി കൗൺസിലിംഗ് ആൻഡ് വെൽനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം അഭ്യസ്തവിദ്യരായിട്ടുള്ളവരായിക്കോട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവരായിക്കോട്ടെ, പല സ്ഥലങ്ങളിലും ഇത് ചെയ്യും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ദുബായി പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കഴിഞ്ഞിട്ടുള്ളവർ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ കാണാൻ വരും, അവരൊക്കെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിലൂടെ കൺസൾട്ടേഷൻ കൊടുക്കാം. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്ന പരിപാടിയാണ്. കാരണം അമേരിക്കയിലോ UK-ലോ എവിടെ ഉള്ളവരാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ടേബിളിലാണ്. ഞാൻ ഈ കൺസൾട്ടേഷൻ ഈ ഒരു മേഖലയിൽ, കൗൺസിലിംഗ് മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും ആവശ്യത്തിനുള്ള ക്ലയൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ വരുന്നില്ലേ. മാത്രമല്ല ഈ കൗൺസിലിങ്ങിന് ഹീലിങ്ങിന് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് ഇവർ മറ്റുള്ള അത് പോകുന്നുണ്ട്. അതിൻ്റെ ഈ ഹീലേഴ്സിന് തന്നെ പല പ്രശ്നമുണ്ട്. ഇപ്പം ഒരുപാട് ഹീലേഴ്സും കൗൺസിലേഴ്സും തന്നെ പ്രശ്നത്തിലൂടെ ഇപ്പം നമ്മുടെ സമീപകാലത്ത് വരുന്ന വാർത്തകൾ കണ്ടു. ഒരു മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കേസ് എന്താ, ചില കാര്യങ്ങൾ തിരിച്ചടിക്കും. അവിടെ ചില എത്തിക്സും ലോജിക്കും ചില മെച്യൂരിറ്റിയും പ്രൊഫഷണൽ എത്തിക്സ് ഇല്ലെങ്കിൽ അത് തിരിച്ചു പോയി, യാതൊരു സംശയമില്ല. അവിടെ ഒരു കാർമിക് എഫക്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ രംഗത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇവർ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങളുമായിട്ടാണ്, ദുഃഖമുള്ളവരെ ഡീൽ ചെയ്യുന്നത്. ഒരു 50% മാനിപ്പുലേഷൻ ആവാം, 100% മാനിപ്പുലേഷൻ ആയി പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് കേട്ട് പഠിച്ചിട്ട് പലരും അങ്ങോട്ട് ഗുരുജിമാരോടും ബാബാജിയാരോടും മാറും, മനസ്സിലായില്ലേ. അപ്പോൾ എന്നാലും അവരുടെ തൊട്ടും ആൾക്കാർ വരുന്നുണ്ട്. അതിനകത്ത് 5-10% ആൾക്കാർ ട്രാൻസിലായി പോകും. അവരെ വെച്ചിട്ടാണ് പിന്നെ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലും ഉള്ള പോലെ തന്നെയുള്ള തട്ടീരുകൾ ഈ രംഗത്തും ഉണ്ട്, ഒരുപാടുണ്ട്. കാരണം മനുഷ്യൻ്റെ ഈ പറയുന്ന ആവശ്യം തന്നെയാണ്. ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനിൽ ദീക്ഷ കിട്ടുന്ന കാലത്താണ് സാർ ഒരു വർഷത്തെ കോഴ്സ് പഠിക്കാൻ. ഇപ്പം വരുന്നവർ പെട്ടെന്ന് സാധിക്കുമെന്നാണ്. ഈ പെട്ടെന്ന് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ട്രാഫിക് ഉടനെ അവർക്ക് എന്തെങ്കിലും ഒരു കൈക്രിയോ കാൽക്രിയോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ ഞാനിപ്പോൾ എത്ര സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ ഒരുമാതിരിയുള്ള എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. ഈ മനസ്സിലാക്കാണ്ട് സമൂഹം അറിയാണ്ട് ഒന്നും ഈസി ആയിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ
അതിനെ ട്രിഗർ ചെയ്യാതെ പറ്റില്ല. എന്നോടൊരാൾ ഈ അടുത്ത സമയത്ത് രോഹിത് കൗൺസിലിംഗ് പഠിക്ക്, സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുക്ക്, 1 മാസം കൊണ്ടൊക്കെ കിട്ടുമല്ലോ. 1 മാസം കൊണ്ട് കൗൺസിലിംഗ് ആരെ കൗൺസിൽ ചെയ്യാനാണ്? ഇപ്പോൾ ചിലർ വിളിക്കും, ഇപ്പോൾ നമുക്ക് സമയമുള്ളതുകൊണ്ട് മാക്സിമം നമ്മൾ വാട്സാപ്പിലാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെങ്കിലും നമ്പർ ഇത് മാത്രമാണ് നമ്മൾ അല്ലെങ്കിൽ ഇതിന് സജഷൻസ് ഉണ്ടാക്കിക്കും. ചിലർ നേരത്തെ അങ്ങനല്ല, അവരുടെ ഫാമിലി ഞാൻ പറയാം ആരുടെ നമ്പറാണ്, അല്ല ആരുടെ നമ്പർ അല്ല സാറേ, ഒരു 10 മിനിറ്റ് സാറിന് സംസാരിക്കാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഏറ്റവും വലിയ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ ജുമേറയിൽ നമ്മുടെ ഒരു വെൽനസ് സെൻ്റർ ഉണ്ട് അവിടെ, എൻ്റെ ശിഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ സെൻറ്ററിൽ ഞാനിപ്പോൾ കൺസൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. കുറേ ഫോറിനേഴ്സാണ്, ബെൽജിയത്തിൽ നിന്നുള്ളൊരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ 2-3 ദിവസം പുള്ളി യോഗയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ അവരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് സംസാരിച്ചു. അവർക്ക് എല്ലാത്തിനും സംശയമാണ്, ഭയങ്കര എല്ലാ കാര്യത്തിലും ചെറുപ്പത്തിലെ കുറേ ട്രോമാസൊക്കെ ട്രിഗർ ചെയ്ത് വരുന്നു. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതുകൊണ്ട് അവർക്ക് വല്ല ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു, ഞാനതിന് മറുപടി പറയുന്നു. അപ്പം ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ഇത്ര ക്യൂരിയോസിറ്റി ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ബൈ പ്രൊഫഷൻ എന്താ അവിടെ? ഞാനൊരു ഹിയറിംഗ് കൺസൾട്ടൻ്റാണ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കേട്ടോണ്ടിരുന്നാൽ മതി പൈസയാണ്. ഇവർ പലരുടെയും പ്രശ്നം കേട്ട് ഇവർക്ക് പ്രശ്നമായി, ഇവരെന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ കണ്ടാമിനേഷനെ വെൻറ്റ് ചെയ്ത് കളയാനുള്ള ഉപാസന ചെയ്യുന്നില്ല അവർ. നമ്മളിപ്പോൾ സ്ഥിരം പ്രത്യേകിച്ച് പബ്ലിക്കിനെ ഡീൽ ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കണക്ക് ദിവസവും ജനങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമെങ്കിൽ ഇപ്പം സാമൂഹ്യ പ്രവർത്തകർ, ഇവർക്ക് സെലിബ്രിറ്റികൾ പലരും, ഇവർക്ക് സമയം ജനങ്ങളെ ഡീൽ ചെയ്യുമ്പം ഇവരുടെ പ്രശ്നങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം നമ്മുടെ സബ് കോൺഷ്യസ്മെൻ്റ് അറിയില്ല ആരുടെ പ്രശ്നമാണ്, ഇത് ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ആവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് പല ഹീലേഴ്സും പ്രശ്നത്തിൽ പെടുന്നത്. കാരണം ഇവർ ആദ്യകാലത്ത് ഭയങ്കര സംഭവത്തിലേക്ക് അങ്ങോട്ട് തുടങ്ങി ഉള്ളതെല്ലാം ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്ത് ശരിയാക്കി തരാമെന്നുള്ള വിഷമങ്ങളെല്ലാം ഏറ്റെടുത്ത് ഇവരുടെ ഉള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം കട്ടപ്പോയാണ്. ഇതിനൊരു ബാരിയർ എന്നുള്ള നിലയ്ക്ക് മര്യാദയ്ക്ക് എത്തിക്സോട് കൂടിയിട്ടുള്ള ഉപാസനയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്ത് അതറിയില്ല. ഇപ്പോൾ കൗൺസിലിംഗ് പഠിപ്പിക്കുന്ന പ്രൊഫഷണൽസ് ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. നമ്മളിൽ എങ്ങനെ ഏക്കാതിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. അത് സെൽഫ് ഹീലിംഗ് അറിയുന്നവർക്ക് മാത്രമേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇത് പഠിക്കണം. നമ്മൾ ഈ കോഴ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്, സെൽഫായിട്ട് നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് തെറാപ്പികൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഡ്രഗ്ലെസ് ആയിട്ടുള്ള തെറാപ്പികൾ, ഇപ്പോൾ പറഞ്ഞ മുദ്ര തെറാപ്പികൾ പോലുള്ളത്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ യോഗ, അതിനകത്ത് പ്രാണ ഹീലിങ്, പിന്നെ ഒരുപാട് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം വരുന്നവർ വ്യത്യസ്ത രീതിയിലുള്ളവരാണ്. അവിടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയുന്ന തെറാപ്പികൾ കുറേ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ, എന്നാൽ മെഡിസിൻ വേണ്ടതാണെന്ന് ഡയഗ്നൈസ് ചെയ്യാൻ ഇവർ അറിയണം. അതിനാണ് സൈക്കോളജി പഠിപ്പിക്കുന്നത്. ഡയഗ്നൈസ് ചെയ്ത് തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥ മെൻറ്റർഷിപ്പ് ശരിയായ ഡോക്ടേഴ്സിന് എടുത്തിട്ട് വിടണം. ഇപ്പം ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ മരുന്ന് വേണ്ട കേസാണെങ്കിലും സൈക്കാട്രിക് എഫക്റ്റ് ആണെങ്കിലും ഇവർ പോവില്ല, പിടിച്ചോക്കും. അപ്പോൾ അവരെ നല്ല ഉപദേശം കൊടുത്ത് അങ്ങോട്ട് വിടുക എന്നുള്ളത് ഒരു വെൽനസ് കോച്ചിൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ ഈ ആശുപത്രിയിലൊക്കെ ഇരിക്കുന്ന കൗൺസിലർമാർ അങ്ങനെയല്ല. അവർ ജസ്റ്റ് അവരോട് ചെന്നാൽ അപ്പോഴേ ഏത് മരുന്ന് ഞാൻ കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് മാഡ് കണ്ടീഷൻ വരുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ശരിയായ തലത്തിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ വെൽനസ് കോച്ചിങ്ങിനകത്ത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഈ കോഴ്സിനകത്ത് ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കും 1 ഇയറിൻ്റെ. എന്നിട്ട് സർട്ടിഫിക്കേഷൻ കൊടുത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു കൺസൾട്ടൻ്റായിട്ട്, വെൽനസ് കോച്ചായിട്ടോ, ഹിപ്നോട്ടിക് കൗൺസിലറായിട്ടോ, മെൻറ്ററായിട്ടോ, ലൈഫ് സ്കിൽ കോച്ചായിട്ടൊക്കെ മാറാനായിട്ട് സാധിക്കും. ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എനർജി അഫക്റ്റ് ചെയ്ത കേസ് ബാധ, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരില്ലേ? അത് തീർച്ചയായിട്ടും. കാരണം അതിനാണ് നമ്മൾ ഇതിനകത്ത് സ്പിരിച്വൽ ഹീലിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ പ്രസൻറ്റിലുള്ള പ്രശ്നത്തിന് 3 ഏരിയയിലെ പ്രശ്നങ്ങളാണെന്ന് പറയും. ഒന്ന് സൈക്കാട്രിക് നെർവ് സ്ട്രോക്കുകളോ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു വെൽനസ് കോച്ചിന് പറ്റണം. സൈക്കാട്രി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് തന്നെ വിടണം. അത് നമ്മൾ നോക്കി വെക്കണം, നല്ല സൈക്കാട്രിസ്റ്റിനെ. ഡോക്ടർമാരെന്ന് വെച്ചാൽ എല്ലാവരും ഡോക്ടർമാരാ, അവർ കൈ കിട്ടുന്ന കേസ് അവർ ലൈസൻസ് ഉള്ളവരാ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെന്ന് ചോദിക്കാൻ എനിക്ക് ഉറക്കമില്ല, ദേഷ്യം വരുന്നത് അപ്പോൾ നമ്മൾക്ക് നല്ല സൈക്കാട്രിസ്റ്റിനെ അല്ല ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്ത് അവിടെ പോയി കാണാൻ പറയും. ഇനി അതല്ല, ചിലർക്ക് അതല്ല പ്രശ്നം, അവർക്ക് ബിഹേവിയർ ഡിസോർഡർ, അങ്ങനെ വരുന്നതാണ് ബിഹേവിയർ തെറാപ്പികൾ കൊടുക്കുന്നത്. ഇനി 3ാമത്തെ കേസ് ഇത് രണ്ടും അല്ല, അവരുടെ സൈക്കിക് എനർജിക് ഫീൽഡിലാണ്. അവിടെ നേരത്തെ പറഞ്ഞ് ബാധ എന്ന് പറയുന്ന സംഭവം, ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ ചില രോഗങ്ങൾ മാറില്ല. ഇപ്പം സൈക്കോസൊമാറ്റിക് ഡിസീസ് വരാറുണ്ടല്ലോ, ആ ഡോക്ടേഴ്സും പറയും, കുറേ നാൾ മരുന്ന് കൊടുത്ത് പറയും ഇത് നിങ്ങൾക്ക് തോന്നലാന്ന് പറയും. അപ്പോൾ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് തലവേദന, കഴുത്ത് വേദന, അങ്ങനെ പറ്റ പ്രശ്നങ്ങൾ. അപ്പോൾ സൈക്കോസൊമാറ്റിക്കിനാണ് ബിഹേവിയർ തെറാപ്പി കൊടുത്ത് കറക്റ്റ് ചെയ്യുന്നത്. ഇനി അതിനല്ലെന്നുണ്ടെങ്കിൽ മെഡിസിൻ, ഹോമിയോയിൽ നല്ല മെഡിസിൻ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സെൻറ്ററിൽ ഹോമിയോ മെഡിസിൻ അപ്ലൈ ചെയ്യാറുണ്ട്. അത് നമ്മുടെ എൻ്റെ മോള് ഡോക്ടർ, ഹോമിയോ ഡോക്ടർ. അപ്പോൾ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ഈ ടെൻഷൻ, ഡിപ്രഷൻ, ദേഷ്യം, ഭയം, ഇതിനൊക്കെ ഒരുപക്ഷെ ഇനിഷ്യൽ സ്റ്റേജിനുള്ളതാണെങ്കിൽ അത് ഈ ഹോമിയോയിൽ നല്ല ജർമ്മൻ മെഡിസിൻ ഉണ്ട്.
അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് വരെ കൊടുക്കാവുന്നതാണ്, സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അങ്ങനെ പിന്നെ പ്ലസ് നമ്മുടെ കൺസൾട്ടേഷൻ കൊണ്ട് ഒരുപാട് കേസുകൾ പരിഹരിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു തലത്തിൽ പോകുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ സൈക്കിക് എനർജി ഫീൽഡ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ എനർജി ലെവൽ ഈഗോഗ്രാം ഡൗൺ ആയി, അങ്ങനെ ഉണ്ടെങ്കിൽ രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ തോന്നലുകളിലൂടെ ഇല്യൂഷനിലൂടെ ബാധ കയറുക എന്ന് പറയും. ഈ ബാധയെ ഒഴിപ്പിച്ച് വിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം മരുന്നുകൊണ്ടും തീരില്ല, ബിഹേവിയർ ഇവൻ്റെ ബാലൻസ് മൊത്തം ഈ ബാധ ഒഴിപ്പിക്കാൻ നമ്മൾ ഏത് മാർഗം എടുക്കുക? ഹീലിങ്ങിലാണ്. ഹീലിംഗ്. അതായത് പൂജകളൊന്നുമല്ല. ഇല്ല അവരുടെ ചക്രകളിൽ വന്നിരിക്കും. ചക്ര എനർജി ഫീൽഡാണ്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ തിരിയും ചിലടത്ത്. അപ്പോഴാണ് ഇവർ തലതിരിഞ്ഞ രീതിയിൽ പെരുമാറുന്നത്. ഇതിനെ കറക്റ്റ് ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അപ്പോഴും ഹീലിങ്ങിന് നല്ലൊരു സെക്ഷൻ കൊടുക്കും. എന്താണ് ചെയ്യുന്നത് ആ വ്യക്തി അറിയണം. ഈ യൂസർ മാനുവൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവരെ പഠിപ്പിക്കാനായിട്ട് വ്യക്തമായ ഒരു കോഴ്സ് കൊടുത്ത് ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് അത്. രാവിലെ ഒരു 9 തൊട്ട് വൈകിട്ട് 4 മണി വരെ. അതെല്ലാ മാസവും നമ്മൾ കൊച്ചിയിൽ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് സൺഡേ ആയിരിക്കും മിക്കവാറും കൊടുക്കുക. അന്നേ എനിക്ക് സമയം കിട്ടാറില്ല. അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ കൺസൾട്ടേഷൻ എല്ലാവരും കൂടി ഒരുമിച്ച് പ്ലസ് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ഡീൽ ചെയ്യും. ഓക്കെ. സെൽഫ് ഹീലിംഗ് കൊടുത്ത് പിന്നെ അവർക്ക് അന്ന് തുടർന്ന് ഇനിയും വീട്ടിൽ ചെയ്യാനുള്ളത് പ്രാക്ടീസ് കൊടുക്കും. അത് വീട്ടിൽ ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ കുളിക്കാനും നനയ്ക്കാനും ശരീരം വൃത്തിയാക്കാൻ അറിയാത്ത പ്രദേശത്തുള്ള ഒരാൾക്കാർ അവരെ നല്ലവണ്ണം കുളിപ്പിക്കുന്നു. ഇനി എങ്ങനെ കുളിക്കണമെന്ന് പഠിപ്പിച്ചു വിടും. കാരണം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി ഒരു റിജ്യൂനേഷൻ കൊടുത്ത് കറക്റ്റാക്കി പിന്നെ കറക്റ്റായിട്ട് പൊക്കോളൂ. അപ്പോൾ ഇവരുടെ ചക്രകളിലുള്ള കാർമിക് എഫക്റ്റിനെയൊക്കെ അത്രയും നാളത്തെ റിമൂവ് ചെയ്ത് കളയും. കാരണം സഞ്ചിത ജനിത ആർജിത കർമ്മദോഷത്തിൻ്റെ എഫക്റ്റ് വരുമ്പോഴാണ് ഈ ചക്രകളിൽ അല്ലെങ്കിൽ ഓറയെ ബാധിക്കുന്നത്. അതിനെ ബോധ്യപ്പെടുത്തി അവനവനെ ബോധ്യപ്പെടുത്തി പിന്നെ ആദ്യം നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യും. വരുമ്പോൾ തന്നെ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് അവർ ഓറയുടെ ലെവലിനെ ചെക്ക് ചെയ്യും. അതിനൊരു ഡിക്റ്റേറ്ററുണ്ട്, ഡിവൈസ് ഉണ്ട്. അതിനുശേഷം ഈ ഇത് പ്രോഗ്രാമിൽ അങ്ങനെ വീണ്ടും ചെക്ക് ചെയ്യുമ്പോഴാണ് വൈഡായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വ്യക്തിക്ക് ബോധ്യം വരണം. അങ്ങനെ ഒരു ഫുൾ ഡേ പ്രോഗ്രാം 4 മണി വരെയാണ്. അതാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. അതിനകത്ത് നമ്മളെല്ലാം കൊടുത്ത് കറക്റ്റാക്കി ഇനി എന്ത് വീട്ടിൽ ചെയ്യണമെന്നത് കറക്റ്റാക്കി പിന്നെ ഒരു സപ്പോർട്ട് സർവീസും കൊടുത്തു കഴിഞ്ഞാൽ ആളൊക്കെ ആവും. അതാണ് ഇന്നർ ഹീലിംഗ്. ഞാനൊരു ഒരു ചോദ്യം തമാശ രൂപത്തിൽ ചോദിച്ചത് അവസാനിപ്പിക്കാം. എയർപോർട്ടിലൊക്കെ പോകുമ്പോഴേ കൃത്യം പൈജാമ കിട്ടില്ല, നരേന്ദ്രമോദിയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ഒരാൾ വന്നു എന്നോട് ചോദിച്ചു, ഞാൻ ഷൂട്ടുണ്ട് 6 ഗസ്റ്റ് അവിടെ ഷൂട്ട് നടക്കുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ സാർ രാഹുലുമായിട്ട് അവിടെ സംസാരിച്ചു നരേന്ദ്രമോദി എന്നൊരാൾ ഇവിടെ ഒരുപാട് പേര് യാത്ര ചെയ്യുമ്പം റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ എയർപോർട്ടിലും ഒക്കെ വെച്ച് കാണുമ്പോൾ വന്ന് നോർത്ത് ഇന്ത്യയിലുള്ളവർ ഓടി വരാറുണ്ട്. യു ലുക്ക് ലൈക്ക് മോദിജി പറയും. അപ്പോൾ ഓക്കെ, സന്തോഷം. എന്തായാലും സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, സെൻ്ററിലുള്ള നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കാം. സാറുമായിട്ടുള്ള സെഷൻസ് എല്ലാ മാസവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.